വെൽക്കം ടു എജുപോർട്ട്. നമ്മൾ ഇതേ പബ്ലിക് എക്സാമിന് തൊട്ടടുത്ത് ഇങ്ങനെ എത്തിയിരിക്കുകയാണല്ലേ. മിസ്സിൻ്റെ മക്കളെല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും, മിസ്സിന് അറിയാം. ഓക്കെ, അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അടിപൊളിയാക്കി പഠിച്ചു തുടങ്ങുക. കാരണം വളരെ കുറച്ച് ദിവസങ്ങളാണല്ലേ, നിങ്ങൾക്ക് എക്സാമിന് അധിക ദിവസം ഗ്യാപ്പുകളൊന്നുമില്ല, അടുപ്പിച്ച് എക്സാംസ് ആണ് വരുന്നത്. സോ അടിപൊളിയാക്കി എല്ലാവരും പഠിക്കാൻ തുടങ്ങുക മക്കളെ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. നമ്മൾ ഇന്ന് ഒരു ചാപ്റ്റർ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൻ്റെ സമ്മറി ഒന്നുകൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. റെഡി ആണല്ലോ? ചാപ്റ്റർ എന്തായിരുന്നു നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റിൽ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മിസ് പറഞ്ഞു തരാം ഏതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന്. റെഡി ആണല്ലോ മക്കളെ? അപ്പോൾ എല്ലാവരും നോക്കിയോളൂ. നമ്മളൊരു കഹാനി പഠിച്ചിട്ടുണ്ടായിരുന്നു. ദേ നിങ്ങൾക്ക് പിക്ചർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. മുന്നൂക്കി സ്വതന്ത്രത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഹാനി, ഒരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് മുന്നുവിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്റർ എന്താണ് എന്ന് ദേ നമ്മൾ 10 മിനിറ്റിൽ പെട്ടെന്ന് ക്യുക്കായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. റെഡി ആണല്ലോ? യെസ്, നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഒരു ഐഡിയ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. സോ നോക്കിക്കോളൂ, മിസ് പറയാം എന്തൊക്കെയായിരുന്നു ആ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ദേ മിസ് പോയിന്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ അല്ലേ? ആദ്യത്തത് എന്താണെന്ന് നോക്കിക്കോളൂ. സ്വതന്ത്രത ഓർ അനുശാസൻ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ് അല്ലേ. സ്വാതന്ത്ര്യവും ആ കുട്ടിയുടെ ഒരു അച്ചടക്കവും. ഓക്കെ, സ്വതന്ത്രത എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതാട്ടോ. സ്വാതന്ത്ര്യവും അനുശാസനം എന്ന് പറഞ്ഞാൽ അച്ചടക്കവും. എവിടെയാണ് സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്? എവിടെയാണ് ആ കുട്ടിയുടെ അച്ചടക്കത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അതാണ് നോക്കാൻ പോകുന്നത്. ബാക്കി നോക്കിക്കോ, മിസ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന്. യെസ്, മാം കത്തി ഹേ കി ഹമേ സ്വതന്ത്രത മിൽ ഗയി ഹേ. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് അമ്മ പറഞ്ഞു. ലേക്കിൻ പക്ഷേ ജബ് ബച്ച ഭയ്യ കെ കോട്ട് സേ फाउंटेन पेन निकालकर फर्श पर निकलने लगता है तो मां नाराज होकर कलम छीन लेती. സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് അച്ചടക്കത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫൗണ്ടൻ പെന്നെടുത്തിട്ട് അവൻ എഴുതാൻ വേണ്ടിയിട്ടല്ലേ, തറയിൽ എഴുതാൻ വേണ്ടി നോക്കിയ സമയത്ത് അമ്മ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ പേന തട്ടിയെടുത്ത് അമ്മ തിരിച്ചു മേടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അമ്മ തിരിച്ചു മേടിച്ചു എന്നാണ് പറയുന്നത്. അവിടെയാണ് സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. അടുത്തത് എന്താണ്? അടുത്ത പോയിന്റ് ഇച്ചാക്ക് വിരുദ്ധ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇഷ്ടത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. അവൻ്റെ ഇഷ്ടം പോലെ അല്ലായിരുന്നു ഒന്നും നടന്നിട്ടുണ്ടായിരുന്നത്, അവൻ്റെ ഇഷ്ടത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നോക്കിക്കോ, മിസ് പറഞ്ഞുതരാം. യെസ്, നോക്കിയോ. रात को गरम दूध न पीने पर माम टांट कर और तामच मारने का डर दिखकर जबरदस्ती खडोर मुँह से लग देती है. എന്താണടാ പറഞ്ഞത്? അവൻ്റെ ഇഷ്ടത്തിനല്ലാത്ത കാര്യം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? എന്താ അതിൻ്റെ അർത്ഥം? ഈ പോയിന്റിൻ്റെ അർത്ഥം എന്താണ്? അവൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ കാര്യം അല്ലെ. അവൻ്റെ ഇഷ്ടത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു? രാത്രിയിൽ ചൂടുള്ള പാല് കുടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കുടിച്ചിട്ടില്ലെങ്കിൽ അമ്മ എന്താ പറഞ്ഞത്? അവനെ ശകാരിക്കും അല്ലെ, അവനെ വഴക്ക് പറയും, അവനെ അടിക്കും എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവന് ഇഷ്ടമല്ലാതെ അവൻ്റെ വായയിലേക്ക് ഇങ്ങനെ നിർബന്ധിച്ച് വെച്ച് കൊടുക്കുകയാണ് അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് അവൻ്റെ ഇഷ്ടത്തിനല്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ അവിടെ. അടുത്തത് എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്? ഗേൽ നേപ്പർ പാബന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അവന് കളിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അവൻ കളിക്കാൻ പോവരുത് അല്ലേ, ഈ സ്ഥലത്ത് പോവരുത്, ആ സ്ഥലത്ത് പോവരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്? കളിക്കുന്നതിലുള്ള നിയന്ത്രണം അല്ലേ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്തായിരുന്നു നിയന്ത്രണം വെച്ചിട്ടുണ്ടായിരുന്നത്? അമ്മ നോക്കിക്കോളൂ. ജബ് ബച്ച സടക് പർ ഖേൽനെ ജാതാ ഹേ, റോഡിൽ കളിക്കാൻ പോയ സമയത്ത് तो माम उसे नौकर से पकड़वा मांगवाती है और कहती है सड़क पर गए तो टंग तोड़ दूंगी. बच्चा सोचता है कि क्या ये भी कोई स्वतंत्रता है. അപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ റോഡിൽ കളിക്കാൻ പോയപ്പം, സടക്ക് എന്ന് പറഞ്ഞാൽ റോഡാണ്, സടക്ക് റോഡിൽ കളിക്കാൻ പോയ സമയത്ത് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? അമ്മ അവനെ വീട്ടിലെ വേലക്കാരനല്ലേ, ജോലിക്കാരനെ കൊണ്ട് അവൻ പിടിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ജോലിക്കാരനെ വിടാറുണ്ടായിരുന്നു. അപ്പോൾ അവനെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അമ്മ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇറങ്ങിയാൽ ഞാൻ നിൻ്റെ കാലൊടിക്കും, ദേ ടാങ് തോട് ദൂങ്കി, കാലൊടിക്കും. ഓക്കെ, കാലൊടിക്കും എന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ ആലോചിച്ചു എന്ത്?
ക്യാ യഹ് ഭി കോയി സ്വതന്ത്രത ഹേ, എന്താണ് അവൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്? ഓ, ഇതാണോ സ്വാതന്ത്ര്യം എന്ന് അവൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് എന്താണ്? അപ്നി മർജി കാ അധികാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവന് അവൻ്റെ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം, അല്ലേ? തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം എന്താണ്, എങ്ങനെയാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശത്തെ കുറിച്ചിട്ട് നോക്കിയോളൂ. ബച്ച സ്വതന്ത്ര ഹോക്കർ നംഗ് ഖേൽനെ കി ജിദ് കർത്താ ഹേ और पैंट पहनने से इनकार कर देता है, तब भी माम उसे जबरदस्ती पहना देती है. എന്താ പറഞ്ഞിരിക്കുന്നേടാ? അവന് എന്താണ് ഡ്രസ്സൊന്നും ഇടാതെ കളിക്കാൻ അവന് നല്ല ഇഷ്ടമായിരുന്നു, അല്ലേ? പക്ഷെ അമ്മ എന്താ അവന് ചെയ്തിട്ടുണ്ടായിരുന്നത്? നിർബന്ധിപ്പിച്ചിട്ട് അവന് പാൻറ് ധരിക്കാൻ അവനെ എന്താണ് ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന, അല്ലെ നിർബന്ധിക്കാറുണ്ടായിരുന്നു പാൻറ് ധരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അപ്നി മർജി കാ അധികാർ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരഞ്ഞെടുക്കാനുള്ള അധികാരം, അല്ലെങ്കിൽ തീരുമാനിക്കാനുള്ള അധികാരം. തീരുമാനിക്കാനുള്ള അധികാരം അവനില്ലായിരുന്നല്ലോ. അമ്മയാണ് പറഞ്ഞത് നീ പാൻറ് ധരിച്ചാൽ മതി, അല്ലെ? അവന് പാൻറ് ഇടാതെ കളിക്കാനായിരുന്നു ഇഷ്ടം, പക്ഷെ അമ്മ അവനെ തീരുമാനിക്കാനുള്ള ഒരു അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ അല്ലേ? അടുത്തത് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? അടുത്ത പോയിന്റ് നോക്കിക്കോളൂ. രചനാത്മക് പർ റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? രചനാത്മക് പർ റോക്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇഷ്ടത്തിൻ്റെ മേലെയുള്ള നിയന്ത്രണങ്ങൾ, അല്ലേ? അവൻ്റെ സ്വന്തമായിട്ട് ഇഷ്ടങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല, അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ നിയന്ത്രിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഓക്കെ, അവൻ്റെ ഇഷ്ടത്തിലുള്ള നിയന്ത്രണങ്ങൾ, കുറേ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു അവന്, അല്ലെ? എന്തൊക്കെയായിരുന്നു നോക്കിയോ. ഭയ്യ കി കിതാബ് സേ तस्वीर फाड़ने पर माम उसे डांटती है और बाबूजी की दवा से कमीज रंग कर जट बनाने पर तो തംജെ ജഡ് ദേത്തി ഹേ. എന്താ പറഞ്ഞിരിക്കുന്നതെടാ? അവിടെ എന്താണ്? അവൻ്റെ ഇഷ്ടത്തിന്, അവനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടുകാർ സമ്മതിച്ചില്ല, നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവൻ്റെ എന്താണ് ചേട്ടൻ്റെ എന്താണ് പുസ്തകത്തിൽ നിന്ന് പേജ് കീറി, അല്ലേ? ഫോട്ടോ ഒട്ടിച്ച പേജ് കീറാൻ വേണ്ടി നോക്കിയപ്പം വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവൻ അച്ഛൻ്റെ ഒരു ബനിയൻ, അല്ലേ, ഒരു ഷർട്ട് കീറിയിട്ട് അവൻ പതാക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ജെണ്ട, അതെവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ജെണ്ട എന്ന് പറഞ്ഞാൽ പതാകയാണ്. അവൻ പതാക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ബനിയൻ കീറി അതിൽ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. ഇതൊന്നും എന്താണ്? അവൻ്റെ ഇഷ്ടങ്ങളൊന്നും നടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കുരുത്തക്കേടാണ് കേട്ടോ, കുരുത്തക്കേട് അതിനെ കൊണ്ടാണ് നടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഭാവനാവും പർ നിയന്ത്രൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ വികാരങ്ങളൊക്കെ നിയന്ത്രിക്കൽ. വികാരങ്ങൾ, ഭാവന എന്ന് പറഞ്ഞാൽ അവൻ്റെ വികാരങ്ങളല്ലേ, അവൻ്റെ ഇഷ്ടങ്ങൾ, അവൻ്റെ ആഗ്രഹങ്ങൾ. നിയന്ത്രിക്കൽ എന്താണ്? എവിടെയാണ് അങ്ങനെ പറഞ്ഞത് നോക്കിയോ. टान खाने के बाद जब बच्चा रोने लगता है तो माम चिल्लाकर कहती है रोएगा तो एक तमाश और लगाऊंगी. എന്താ പറഞ്ഞിരിക്കുന്നേടാ? അവൻ ശകാരിച്ചതിന് അവൻ കരയുകയാണല്ലേ, മുന്നു കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കരയുന്ന സമയത്ത് അമ്മ വീണ്ടും വഴക്ക് പറഞ്ഞിട്ട് അമ്മ എന്താ പറയാറ്? നീ കരഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ നിനക്ക് ഒരെണ്ണം കൂടി അങ്ങ് തരും, ഞാൻ ഇനിയും അടിക്കുമെന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബച്ചാദു കി ഹോക്കർ പൂഞ്ച്താ ഹേ കി ക്യാ ഉസേ റോനെ കി ഭി സ്വതന്ത്രത നഹീ ഹേ. അപ്പോൾ അവൻ കരഞ്ഞുകൊണ്ടിട്ട് പറയും, എന്താണ്, എനിക്ക് കരയാനുള്ളൊരു സ്വാതന്ത്ര്യം കൂടി ഇല്ലേ എന്ന് അവൻ ചോദിക്കാറുണ്ടായിരുന്നു. ഓക്കെ, വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ്റെ വിഷമങ്ങളാണ്, അല്ലേ? വിഷമങ്ങൾ കൂടി അവൻ എന്താണ് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? നെഹ്റുജി കോ പത്ര. ലാസ്റ്റ് ജവഹർലാൽ നെഹ്റുവിനൊരു കത്ത് പത്ര എന്ന് പറഞ്ഞാൽ കത്താണ്, ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അന്ത് എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ, അല്ലേ, ഈ കഥയുടെ അവസാനത്തിൽ എന്താണ്? ബച്ച ജവഹർലാൽ ജി കോ ചിട്ടി ലിഖ്താ ഹേ. ജവഹർലാൽ ജിക്ക് ഒരു ചിട്ടി എഴുതി. ചിട്ടി എന്ന് പറഞ്ഞാലും കത്താണ്. ഓക്കെ, ചിട്ടി എന്ന് പറഞ്ഞാലും കത്താണ്, പത്ര എന്ന് പറഞ്ഞാലും കത്താണ്. എന്നിട്ടോ ഉസേരതി ബീബാർ ബി സ്വതന്ത്രത നെഹി മിലി. അതിലെന്താണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അവൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. വ ഉസ്നെ പ്രാർത്ഥന കർത്താ ഹേ കി വേ അമ്മ കോ പത്ര ലിഖേ താക്കി വ ഉസേ സ്വതന്ത്രത ദേ ദേം. എന്താണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? തനിക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന് അമ്മയുടെ അടുത്ത് പറയണം, അല്ലേ? ജവഹർലാൽ നെഹ്റുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയുടെ അടുത്ത് പറയണം എന്ത്? എനിക്ക് സ്വാതന്ത്ര്യം നൽകണം, എനിക്ക് സ്വാതന്ത്ര്യം നൽകൂ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഒരു കത്ത് അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ജവഹർലാൽ നെഹ്റുവിന് എഴുതിയിട്ടുള്ള കത്ത്
പുസ്തകത്തിൽ അല്ലേ അല്ലേ? ഇതാണ് ആ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത് അല്ലേ? മുന്നൂനെ കളിക്കാൻ അനുവദിക്കുന്നില്ല, അവന് കുരുത്തക്കേടൊക്കെ ചെയ്യണമല്ലേ, എന്താണ് പെണ്ണെടുത്ത് നിലത്ത് എഴുതണം, പുസ്തകത്തിലെ പേജ് കീറി ഫോട്ടോസൊക്കെ എടുക്കണം, പിന്നെ അച്ഛൻ്റെ ഷർട്ടിൽ അവന് പതാക പെയിൻറ് ചെയ്യണം, ഇതൊക്കെ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റെഡി ആണല്ലോ? അടിപൊളിയാണല്ലോ? ഇത്രയും നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടേ ഉള്ളൂ. ഇത്ര കാര്യങ്ങളാണ് മിസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതേ ഇവിടെ പോയിന്റ് ആക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ. പോയിന്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയാക്കി മനസ്സിലാവും. ഓക്കെ മക്കളെ, റെഡി ആണല്ലോ? ഇതാ ഓരോ എണ്ണം പോയിൻ്റാണ്. റെഡി? യെസ്, ഇതെല്ലാം പോയിന്റുകളാണ്. അപ്പോൾ പോയിന്റുകൾ നന്നാക്കി വായിക്കുക. പോയിന്റ് ഈ റെഡ് കളറിൽ എഴുതിയത് മാത്രമല്ല, അതിൻ്റെ കൂടെ മിസ് ബ്ലാക്കിൽ എഴുതിയത് എന്താണെന്നും കൂടി വായിക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് കഥ ഓർമ്മ വരികയുള്ളൂ. ഓക്കെ മക്കളെ, റെഡി ആണല്ലോ? പിന്നെ ദേ മിസ്സിൻ്റെ മക്കൾ അടുത്ത വർഷം അല്ലേ 3 മാസം ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾ 7ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ എത്തി. 7ാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആയി. അടിപൊളി, ഹൈസ്കൂൾ 8ാം ക്ലാസ്സുകാരായല്ലേ? അപ്പോൾ നോക്കിയോളൂ, നിങ്ങളുടെ 7ാം ക്ലാസ്സിൻ്റെ ബാച്ച് നമ്മൾ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. 7ാം ക്ലാസ് നിങ്ങൾക്ക് പഠിക്കണ്ടേ? എജുപോർട്ടിൻ്റെ കൂടെ തന്നെ അടിപൊളിയാക്കി പഠിക്കണ്ടേ നിങ്ങൾക്ക്? സോ 7ാം ക്ലാസ്സിൻ്റെ അഡ്മിഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ 6ാം തീയതി ഇതേ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റുന്നുണ്ട്. ഏപ്രിൽ 6ാം തീയതി നിങ്ങളുടെ ആദ്യത്തെ ബാച്ച് തുടങ്ങും. ഓക്കെ, ഏപ്രിൽ 6ാം തീയതി കുറച്ച് ദിവസമേ ഉള്ളൂ. പിന്നെ അതേ നിങ്ങൾക്ക് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 2000 കുട്ടികൾക്ക് മാത്രമാണ് ഓഫർ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. 2000 കുട്ടികൾക്ക്, ആദ്യം ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇതേ 2599 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു ഡ്രസ്സ് എടുക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരു വർഷം എല്ലാ സബ്ജക്റ്റും അടിപൊളിയാക്കി പഠിക്കാം വെറും 2599 രൂപയ്ക്ക്. അപ്പോൾ ആദ്യത്തെ 2000 കുട്ടികൾക്ക് മാത്രമാണ് ഓഫർ. പിന്നെ അതേ ഈ 3599 രൂപയാവും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇതേ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ മക്കളെ, സെറ്റാണല്ലോ? അപ്പോൾ നമ്മൾ മുന്നോക്കി സ്വതന്ത്രത എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്റർ സൂപ്പറാക്കി മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഇനിതേ മിസ് ഈ ചാപ്റ്ററിൻ്റെ ലൈവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൽ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവ് കാണാത്ത മിസ്സിൻ്റെ മക്കളാണെങ്കിൽ ലൈവ് കാണണം. ഓക്കെ അല്ലേ? മുന്നോക്കി സ്വതന്ത്രത ചാപ്റ്റർ സെറ്റാണല്ലോ? യെസ് മക്കളെ, താങ്ക് യു സോ മച്ച്.